ജാഥാ നായകൻ ഈ ദക്ഷിണ മേഖലയില് രാഷ്ട്രീയ പരിവർത്തനത്തിന്റെ ആ ശംഖുലി മുഴക്കിക്കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റേതാണ് ഇനി വരാൻ പോകുന്ന നാളുകളിൽ കേരളമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തനായ നേതാവ്, ഈ ദക്ഷിണ മേഖലയിലെ പരിവർത്തന യാത്രയുടെ നായകൻ ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഈ യാത്രയുടെ ഭാഗമായി അഭിസംബോധന ചെയ്തതിനായി പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ വാവ അവരുകളെ ക്ഷണിക്കുകയാണ്. എൻ്റെ ആത്മപുത്രമായ പ്രിയപ്പെട്ട സുരേന്ദ്രൻ ചേട്ടൻ, വേദിയിലുള്ള നേതാക്കന്മാരെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, 2-3 ദിവസമായിട്ട് നിങ്ങളൊക്കെ വലിയ ഭാഗ്യവന്മാരാണ്. ഞങ്ങൾ വെയിൽ കൊണ്ട് വിഷമിച്ചു. അതായത് വിഷമിക്കുന്നതിന് നിങ്ങൾക്ക് വിഷമമില്ല. 2 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജാഥ. നിങ്ങളിപ്പോൾ പോണ ഈ ട്രാൻസ്പോർട്ട് ബസ്സിലൊരു പരസ്യം ഇരിക്കണുണ്ടോ? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് ചോര പുരണ്ടിങ്ങനെ നിറയെ ചോര ഒരു മൂലയ്ക്ക്, ആ ചോരയുടെ മൂലയ്ക്ക് സുസ്മേരവതനായിട്ട് നമ്മളെ നോക്കിയ ഡ്രാക്കുളയെ പോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം. നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോരയുടെ മൂലയ്ക്ക് നോക്കി നമ്മളെ ഇങ്ങനെ ചിരിക്കുന്നു. 1969 ഏപ്രിൽ മാസം 28-ാം തീയതി ഞങ്ങളുടെ പ്രിയപ്പെട്ട വാടിക്കൽ രാമകൃഷ്ണൻ ചേട്ടനെ കൊന്നുകൊണ്ട് തുടങ്ങിയ പരിപാടിയാണ് ഈ ചോരയുടെ നായകൻ. ചോര കൊതിവുണ്ടെന്ന് വാടിക്കൽ രാമകൃഷ്ണൻ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് 100ഓളം ആളുകൾ പെരുവഴിയിലിട്ട് വെട്ടിക്കൊന്ന് കനാലിലേക്ക് ചോര വരേണ്ട ശരീരം വലിച്ചെറിഞ്ഞു. അതിലെ ഒരു പ്രതിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അല്ലെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റൂ. കണ്ണൂര് കൊലപാതക രാഷ്ട്രീയത്തിന്റെ സൂത്രധാരൻ, ആ സൂത്രധാരനാണ് ഈ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. കൊന്നിട്ടുള്ള 161 പേരെ, അതിൽ പ്രിയപ്പെട്ട വാടിക്കൽ രാമകൃഷ്ണന്റെ ഭാര്യ ഇന്നും പടുബുദ്ധിയായി നരച്ച് തൊലികൾ ചുക്കിച്ചുളിച്ച് ഒരു പ്രേതമായി പ്രതീകമായി ജീവിക്കുന്നു. അവർ ജീവിച്ചിരിക്കുന്നോടത്തോളം വല്ല ശാപം നിരീശ്വരവാദി എന്ന് അഹങ്കരിക്കുന്ന പ്രിയപ്പെട്ട പിണറായി വിജയ അങ്ങയ്ക്ക് താങ്ങാൻ പറ്റുമോ? ഇവിടെ നമ്മളൊന്നാണ്. നോട്ടീസിൽ എഴുതിയിരിക്കുന്നത് നമ്മളൊന്നാണ്. ഇവിടെ നമ്മളൊന്നാകണം എങ്ങനെയാ? 98% വിശ്വാസികളെ തെരുവിലിട്ട് അടിച്ചോടിച്ച് ഞങ്ങളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ തകർത്താൻ ശ്രമിക്കുന്ന 2% പ്രതിനിധി എന്ന് അഹങ്കരിക്കുന്ന താങ്കൾ എങ്ങനെയാണ് നമ്മൾ ഒന്നാണെന്ന് പറയുന്നത്? ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു. ആചാരാനുഷ്ഠ ധർമ്മശാസ്താവിന്റെ സന്നിധിയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ മെമ്പർ കൊണ്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ സുപ്രീം കോടതി പറഞ്ഞിട്ടാണ്. ഇവിടെ സുപ്രീം കോടതി പറഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളുടെ അന്യാധീനപ്പെട്ട ഭൂമി എന്താണ് ഏറ്റെടുത്തു കൊടുക്കാൻ? 976 ആദിവാസികളുടെ ഭൂമി കയ്യേറിയവരെ, കയ്യേറ്റക്കാരെ, കുടിയേറ്റക്കാരെ ചിത്രീകരിച്ച AK ആന്റണിയും EK നായനായിരുന്ന മുഖ്യമന്ത്രിയും എന്തുകൊണ്ട് ഏറ്റെടുത്തു കൊടുത്തില്ല? സുപ്രീം കോടതിയോട് പറഞ്ഞ ഡിഫൻസ് ഈസ് ദേർ. ആസൂത്രിതമായ ചെറുത്തുനിൽപ്പ് എന്താണോ ഈ പോലീസുകാർ അന്നില്ലേ? കമ്മ്യൂണിസ്റ്റുകാരാ? ഈ പോലീസ് അന്നില്ലേ ആ കയ്യേറ്റക്കാരെ അടിച്ചോടിച്ച് നിങ്ങളാക്കിയ ഈ ആദിവാസികളുടെ ഭൂമി ഏറ്റെടുത്തു കൊടുക്കാൻ എന്തുകൊണ്ട് സാധിച്ചില്ല? നേഴ്സുമാരുടെ ശമ്പളം 20,000 രൂപയാക്കി കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞില്ലേ? അങ്ങനെ ഏറ്റെടുത്ത് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട് ഏറ്റെടുത്ത് കൊടുത്തില്ല? അപ്പോ എളുപ്പമുള്ളടത്ത് വാദം കോച്ച
98% വിശ്വാസികൾ ഈ മലക്കറികൾ പച്ചക്കറി നിന്ന് ജീവിക്കുന്ന ഇലയും കായും തിന്ന് ജീവിക്കുന്ന ഞങ്ങളെ തല്ലി ഒതുക്കാം. 60, 68, 70, 80 ഗണ്യരാജ കുടുംബത്തിലെ സാധുവായ അമ്മമാരെ ധർമ്മശാസ്താവിനെ സന്നിധിയിൽ സ്ത്രീകളെ കയറ്റുമെന്ന് പറഞ്ഞതിന് എതിർക്കാൻ ഇരുന്ന അമ്മമാരെ ഇപ്പോൾ സുരേന്ദ്രൻ ചേട്ടൻ ആനയിച്ചു കൊള്ളുന്ന പോലീസുകാരെ അവരെ ഏമാനന്മാരെ റോഡിലിട്ട് തല്ലിച്ചതച്ചില്ലേ, കല്ലെറിഞ്ഞില്ലേ, ഞങ്ങളുടെ ആളുകളുടെ വണ്ടികൾ തല്ലി തകർത്തില്ലേ, 39,000 ആളുകളെ നിങ്ങൾ കേസിൽ കുടുക്കിയില്ലേ, 25,000-ഓളം പേരെ ജയിലുകളിലേക്ക് മാറ്റിയില്ലേ. പിന്നെ ഇങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മൾ 2-3 ഒരു താടിക്കാരൻ KPCC പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങൾ 1000 വെക്കാൻ നമുക്ക് ചങ്ങാതിയാകണോ? നമ്മള് ചങ്ങാതിമാരായി കളിക്കും. ആ തിരുവല്ലത്ത് എത്തുന്നതിന് മുമ്പ് നമുക്ക് 2 പേർക്ക് ഒന്നായി കൂട്ടുകൂടി ഒരുമിച്ച് ഇലക്ഷൻ വെക്കാം. ബംഗാളിൽ നമ്മളൊന്ന്, എല്ലായിടത്തും നമ്മളൊന്ന്. പിന്നെ കേരളത്തിൽ എന്തിനാ പോയി മാറിയിക്കണം? ഒന്നാകണോ? ഞങ്ങളെ എതിർക്കാൻ BJP-ക്കാര് സംഘപരിവാറിന്റെ ആളെ എതിർക്കാൻ. അപ്പൊ നമ്മളൊന്നല്ല, കേരളം ഒന്നാമതാണ്. എന്തിനാ? സുനാമി വന്ന് നശിച്ച് മരിച്ചു വീണ എല്ലാ ജീവനോപാധികളും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുത്ത പണം അത്രയും വകമാറ്റി ചെലവഴിച്ച UDF LDF-ന്റെ ഗവൺമെന്റ് നിങ്ങൾ വാഗ്ദാന ലംഘനം നടത്തുന്നതിൽ ഒന്നാമത് നിൽക്കുന്നു. ഓക്കി ദുരന്തം വന്നപ്പോ പോയില്ലേ മുഖ്യമന്ത്രി? അതില്ലെന്നോ? ഞങ്ങളുടെ തിരുവനന്തപുരത്തുകാരുടെ 350 സ്നേഹിതന്മാർ, സഹോദരന്മാർ മരിച്ചു വീണിട്ട് എവിടെയാണെന്ന് അറിയില്ല, ജീവിച്ചിരിപ്പുണ്ടോ? ശവശരീരം കണ്ടില്ല. അവിടെ ചെന്നപ്പോ ഓടിച്ചു, മുഖ്യമന്ത്രി ഓടിച്ചു, സഹകരണ മന്ത്രി ഓടിച്ചു, മേടിച്ചുകൂട്ടിയാൽ അങ്ങനെ ഉരുണ്ട് നീ ഇങ്ങ വരക്കൂടാതെ തിരുമ്പിപ്പോ, ഓടണി, നിന്നെ അടിച്ച് നമ്മ ശരിയാക്കി കളയും. തമിഴും മലയാളം കളയും. അപ്പോഴാണ് നമ്മുടെ നിർമ്മലാ സീതാരാമൻ എന്ന മന്ത്രി വരണു. ആർ തട്ടഹസിച്ചു മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു, മീനവർ മക്കളെ ചത്തമ്പോടാ ദുഃഖാരും ഒച്ചയുണ്ടാക്കാതിരിക്കുക. ഒച്ചയുണ്ടാക്കി ചെറുപ്പക്കാരൻ പറഞ്ഞു, നീ കേൾക്കണ കേൾവിക്ക് ഞാൻ ബദത്തുള്ളത്, ഞാനൊരു അമ്മയാക്കും സ്ത്രീയാക്കും, ഉക്കാരുടെ അവിടെ ഇരിക്കണ അവിടെ. നമ്മ തലവർ ഇങ്ങ് വരുന്നുണ്ട്, കേൾക്കണേ. നരേന്ദ്രഭായ് മോഡി എന്ന പ്രധാനമന്ത്രി നിന്നെ വന്ന് കേൾക്കും, നിന്റെ സങ്കടങ്ങൾക്ക് നിർവൃത്തി ഉണ്ടാക്കും. കൊടുത്തില്ലേ? എത്ര കൊടുത്തു? കോടികൾ കൊടുത്തിട്ട് അതിൽ 35 ബാക്കിയിരിക്കണു. എവിടെ പോയി മുഖ്യമന്ത്രി? അപ്പൊ മത്സ്യത്തൊഴിലാളികളെ ചതിച്ചത് രണ്ടാമത് കാര്യത്തിൽ കേരളം ഒന്നാമത്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് തരും നമ്മ പ്രധാനമന്ത്രി പറഞ്ഞില്ലേ? അത് അനുവദിച്ചില്ലേ? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് ജീവനോപാധികൾ തരുന്നതിന്, നിങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ നോക്കുന്നതിന്, നിങ്ങൾക്ക് ഇൻഷുറൻസ് തരുന്നതിന്, മരണപ്പെടുന്നതിന് സഹായിക്കുന്നതിന്, പോലീസും പട്ടാളവും എയർഫോഴ്സും എല്ലാം നിങ്ങളെ സഹായിക്കുന്നതിന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചെയ്തില്ലേ? ആ കാര്യം നാം മുമ്പിൽ നിങ്ങളുടെ വാഗ്ദാന ലംഘനത്തിന് എതിരായും ചെയ്തിട്ടില്ലേ? നിങ്ങൾ എവിടെയാണ് ഞങ്ങളെ സഹായിച്ചത്? ഞങ്ങൾക്ക് തന്നിട്ടുള്ള പണം സാധാരണ പാവങ്ങൾക്ക് കൃഷി സമ്മാന നിധിയിൽ കൊടുത്തില്ല. പറഞ്ഞു കൊടുക്കല്ലേ. ഇതാ പണ്ട് നോട്ട് നിരോധന കാലത്ത് ബാങ്കിൽ നിന്നപ്പോ തലകറങ്ങി വീണു. സ്നേഹിതന്മാരെ, 1000-കണക്കിന് ആളുകൾ കൃഷിഭവന്റെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്. 6000 രൂപ ഇവിടുത്തെ കൃഷിക്കാരന് കൊടുക്കാൻ നരേന്ദ്രഭായ് മോഡിജി എന്ന കൃഷിക്കാരന്റെ ബന്ധു 75,000 കോടി രൂപ മാറ്റിവെച്ചിരിക്കണു. 31/3/2019 മുമ്പ് 2000 രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് വരും. അതിൽ അങ്ങനെ തട്ടിയെടുക്കാൻ നോക്കണ്ട. ഇതുവരെ കൊടുത്ത പണം മുഴുവൻ തട്ടിയെടുത്തില്ലേ? അതുകൊണ്ട് അതൊന്നും തരില്ല ഞങ്ങൾ. അവ പറഞ്ഞു കൊടുക്കല്ലേ. ഭൂമി മുഴുവൻ നരേന്ദ്രഭായിയുടെ മോഡിജിയുടെ കയ്യിലാവും. നരേന്ദ്രമോദിക്ക് ഈ കേരളത്തിലെ കൃഷിക്കാരന്റെ ഭൂമി വേണോ? 2 ഹെക്ടർ പറഞ്ഞപ്പോ പറയാ അടിയിലേക്ക് എന്തോരോട് നോക്കണം. ശിവലിംഗത്തിന്റെ അടിയിലേക്ക് പോയി അളവ് നോക്കാൻ പറഞ്ഞ പോലെ ഇരിക്കും. 3 സെന്റിന് കിട്ടും, 2 സെന്റിന് കിട്ടും, 5 സെന്റിന് കിട്ടും, 10-ന് കിട്ടും, 15-ന് കിട്ടും. 2000 രൂപ മേടിച്ചവര് BJP-ക്കാർ, RSS-കാരല്ല. ആ പണം മേടിച്ചവര് പറഞ്ഞു, ദൈവമേ മോഡി, നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ. താൻ യഥാർത്ഥ ചായക്കടക്കാരൻ തന്നെ. സാധാരണ ജനങ്ങളുടെ കഷ്ടപ്പാട്, വിശപ്പെന്ത്, തൊഴിലില്ലായ്മ എന്തെന്നറിയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി
ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ, ഞങ്ങൾ കോൺഗ്രസ്സുകാർ അങ്ങേ പുകഴ്ത്തുന്നു. അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുകയാണ്. ഞങ്ങൾക്ക് ആ പണം തന്നെ വാഗ്ദാന ലംഘനം നടത്താത്ത ഒരു പ്രധാനമന്ത്രി. അതുകൊണ്ട് സ്നേഹിതരെ, ഇനി ബാക്കി ഇത് നമ്മുടെ പ്രളയ ദുരിതം, പിള്ളേരുടെ കഥയിലൊരു സാധനത്തിന് കേട്ടിട്ടുണ്ട്. ബാലരമയിൽ മായാവിയുടെ കഥയിലൊരു സാധനമുണ്ട്, കുട്ടി ചെയ്താൻ. നിങ്ങളത് ഓർത്തെങ്കിൽ ലുട്ടാപ്പി എന്നൊരു കുട്ടി ചെയ്താൻ. ആ ഷേപ്പിലുള്ള മന്ത്രിയുണ്ട്, ചെവിയും കാലും ഒക്കെ ഉള്ള. ആ മന്ത്രി ചെയ്ത പണിയുടെ കഠിന ഫലമാണ് പ്രളയമുണ്ടായത്. ആ പ്രളയമുണ്ടാകുമ്പോൾ അങ്ങോട്ട് ഓടിയത് RSSകാരും BJPക്കാരും നിങ്ങൾ വെറുക്കപ്പെട്ടവരെന്ന് മുദ്ര കുത്തിയിട്ടുള്ള സേവാഭാരതി ജനങ്ങളാണ്. മരണപ്പെട്ടവരെ മുഴുവൻ രക്ഷപ്പെടുത്തി കൊടുത്തു എന്ന് ഞങ്ങൾ അവരുടെ ബന്ധുക്കളല്ലേ. ഇതിനെല്ലാം നരേന്ദ്രഭായ് മോഡിജിയാണ് ഞങ്ങളുടെ മാർഗദർശി. പട്ടികജാതിക്കാരനെ പരിപാടിയിലാക്കിയില്ലേ? അവന്റെ പണം മുഴുവൻ എടുത്ത് കൊടുത്തില്ലേ? ഞങ്ങൾക്ക് വീടുണ്ടോ? ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? ഞങ്ങൾക്ക് ഭൂമിയുണ്ടോ? ഞങ്ങൾക്ക് തൊഴിലുണ്ടോ? ഞങ്ങളുടെ മക്കൾക്ക് ലംസം ഗ്രാൻഡും സ്റ്റൈപ്പൻഡും 100 രൂപയെങ്കിലും വർദ്ധിച്ചത് സഹഭാരതിയുടെയും ഹിന്ദു ഐക്യവേദിരാളുകൾ സമരം ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ടല്ല ഞങ്ങളെ സഹായിക്കാനുള്ള പണം തട്ടിയെടുക്കുന്ന ആള്. അതിന് ഞങ്ങൾ നരേന്ദ്രഭായ് മോഡിജിയോട് മാർഗദർശനം വേണം. വിദ്യാഭ്യാസ മേഖലയുടെ കാര്യങ്ങൾക്ക് മാർഗദർശനം വേണം. ഞങ്ങൾ വർഗീയവാദികളാണ്. മറ്റു ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ ശരിയാക്കി കളയും. എടോ വങ്കന്മാരെ, LDFകാരാ UDFകാരാ? നിങ്ങൾ ഭരിച്ചപ്പോ എത്ര പള്ളിക്ക് എത്ര നന്നാക്കാൻ കൊടുത്തു? 37 പള്ളികൾക്ക് 1 കോടിക്ക് മുകളിൽ കൊടുത്തു. എത്ര? 37 കോടി കൊടുത്തു. 17 മുസ്ലിം പള്ളികൾ നന്നാക്കാൻ എത്ര കൊടുത്തു? 17 കോടി കൊടുത്തു. 1 കോടിയിൽ താഴെ 64 പള്ളി ക്രിസ്ത്യൻ പള്ളികൾക്ക്, ലത്തീൻ പള്ളികൾക്ക്, CSI പള്ളികൾക്ക്, ലൂർദ് പള്ളികൾക്ക്. തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോ 87 ലക്ഷം ആ ലൂർദ് പള്ളിക്ക് കൊടുക്കുന്നു. അങ്ങനെ ഞങ്ങള് 36,000 മദ്രസകൾക്ക് 36 കോടി രൂപ കൊടുത്തു മതവിദ്യാഭ്യാസത്തിന്. ആരാ നിങ്ങൾ? ഏറ്റവും വലിയ ജാതി ഭ്രാന്തനെന്ന് വിളിക്കുന്ന മോഡി ഗവൺമെന്റ് കൊടുത്തതാണ്. അവ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മോഡി തയ്യാറായി നിൽക്കുന്നു. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതവിദ്യാഭ്യാസം നടത്താൻ, അവരുടെ ആരാധനാലയങ്ങൾ സംഭരിക്കാൻ, അവരുടെ ആരാധന സംരക്ഷിക്കുവാൻ, നവീകരിക്കുവാൻ പണം കൊടുത്തിട്ടുള്ള നരേന്ദ്രഭായ് മോഡി എന്ന പ്രധാനമന്ത്രി. അതുകൊണ്ട് പ്രിയപ്പെട്ട പിണറായി വിജയൻ, ബഹുമാനനായ മുഖ്യമന്ത്രി, അങ്ങ് ഈ വാഗ്ദാന ലംഘനത്തിനെല്ലാം പകരം ചോദിക്കണം. നിങ്ങൾ നമ്മുടെ വിശ്വാസാചാരങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ നോക്കിയ ഈ LDFനെയും UDFനെയും ഞങ്ങളിപ്പോ വിശ്വാസികളുടെ കൂടെ എന്ന് പറഞ്ഞു നടക്കുന്ന ആ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലുള്ള UDFന്റെ ആളുകളെയും നമ്മുടെ വിശ്വാസാചാരങ്ങളെ തകർക്കാൻ തുനിഞ്ഞിട്ടുള്ള LDFന്റെ ആളുകളെയും മനസാക്ഷിയുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള വിശ്വാസി സമൂഹം ഈ അടുത്ത ഇലക്ഷനിൽ നിങ്ങൾ ഒരിക്കലും കാണാത്ത MP, ഒരവകാശവാദമില്ലാത്ത, ഒരു വികസന പ്രവർത്തനം കൊണ്ടാത്ത MPയും MLAക്ക് പാഠം പഠിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരമാണ്. ഏറ്റവും വലിയ ആയുധമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത് നിങ്ങൾ പ്രയോഗിക്കണം. പ്രയോഗിച്ചാൽ ഈ തിരുവിലൂടെ, കൊല്ലം ടൗണിലൂടെ നൃത്തം ചവിട്ടി പോകാനുള്ള അവസരം നമുക്കുണ്ടാകണം. ജനാധിപത്യം, വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഭാരത്. സുഹൃത്തുക്കളെ, ബഹുമാനനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ K. സുരേന്ദ്രൻ അവർ മാർച്ച് 5-ന് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച യാത്രയാണ് ഇന്ന് ഈ കൊല്ലം മഹാനഗരത്തിൽ എത്തിയിട്ടുള്ളത്. ഇന്നലെയും ഇന്നുമായി കൊല്ലം ജില്ലയിലെ 10 നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. കേരളത്തിലെ BJPയുടെ 4 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ നയിക്കുന്ന പരിവർത്തന യാത്ര കേരളത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളും ഇതുപോലെ പര്യടനം നടത്തി വരികയാണ്. തിരുവനന്തപുരം അടക്കമുള്ള നമ്മുടെ ഈ ദക്ഷിണ മേഖലയുടെ 5 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന 35 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലാണ് ബഹുമാനനായിട്ടുള്ള നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ പരിവർത്തന യാത്രയുമായി മുന്നോട്ട് പോകുന്നത്. മാർച്ച് 10-നാണ് ഈ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ശബരിമലയിൽ നമുക്ക് വേണ്ടി മുഴുവൻ കോടിക്കണക്കിന് ഭക്തജനങ്ങൾക്ക് വേണ്ടി ഇത് സ്വാതന്ത്ര്യത്തോടുകൂടി
അവിടെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് നമുക്ക് വിളിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾ നൽകിയ ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കുവാനാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ഇവിടെ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും സീനിയർ നേതാവായിട്ടുള്ള ഡോക്ടർ ടി.പി. ബാബ അവർ, സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ രാമൻ നായർ, അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് ജെ.ആർ. പത്മകുമാർ, ശ്രീമതി രാജീവ് പ്രസാദ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ദക്ഷിണ മേഖലയുടെ പ്രസിഡന്റും മുൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ വെള്ളിയാംകുളം പരമേശ്വരൻ അവർ, ഭാരതീയ പട്ടികജാതി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഈ ജാഥയുടെ സഹ കോർഡിനേറ്ററുമായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള അഡ്വക്കേറ്റ് പി. സുധീർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ട്രഷററും കൊല്ലം ജില്ലക്കാരനുമായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ശ്യാംകുമാർ, അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ OBC മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പരിമല മധു, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ രാജഗോപാൽ, ശ്രീമതി രാധാമണി തുടങ്ങിയ പ്രമുഖ നേതാക്കളും ഈ ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ ബഹുമാനനായിട്ടുള്ള യാത്രാനായകൻ ശ്രീ സുരേന്ദ്രൻജി അവരോടൊപ്പം യാത്ര ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാനനായിട്ടുള്ള കൊല്ലം ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ ഗോപിനാഥ് അവറുകളുമാണ്. ഈ യാത്രയ്ക്ക് നിങ്ങൾ നൽകിയ ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനായി പ്രിയങ്കരനും ബഹുമാന്യനുമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ. സുരേന്ദ്രൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു. സ്വീകരണം നൽകുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊല്ലം ജില്ലാ അധ്യക്ഷനെയും ഈ നിയോജക മണ്ഡലത്തിന്റെ അധ്യക്ഷനെയും മറ്റ് നേതാക്കന്മാരെയും വേദിയിലോട്ട് ക്ഷണിച്ചു. बोलो भारत माता की, बोलो भारत माता की जय। യുവമോർച്ച നൽകുന്ന ആവേശകരമായ സ്വീകരണം, നമ്മുടെ യാത്രാ നായകന് യുവമോർച്ച നൽകുന്ന ആവേശകരമായ സ്വീകരണം. बोलो भारत माता की, बोलो भारत माता की, बोलो भारत माता की। യാത്രാ നായകന് സ്വീകരണം നൽകേണ്ടവർ ഈ ലിസ്റ്റ് വായിക്കുന്നതനുസരിച്ച് എത്രയും വേഗം വേദിയിലോട്ട് വരേണ്ടതാണ്. സ്വീകരണത്തിനുള്ള ലിസ്റ്റ്. ലിസ്റ്റ് വായിച്ചോളൂ. മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി അജി, സുരാജ്, തൃക്കരൂർ പഞ്ചായത്ത് സതീഷ്, രാജേഷ്, ചന്ദ്രശേഖരൻ പിള്ള, ഷിബു, സന്തോഷ്, ഹരികൃഷ്ണൻ, മുരളീധരൻ പിള്ള, രഘുനാഥൻ പിള്ള, ഓമനക്കുട്ടൻ, അനിൽകുമാർ, ദിലീപ്, ബാലേന്ദ്രൻ പിള്ള, ജയപ്രകാശ്, പ്രമോദ്, നിങ്ങൾ ലിസ്റ്റ് നോക്കണ്ട, അമ്പു, പനയം പഞ്ചായത്ത് സുരേഷ് കുമാർ, ഷൈൻ കുമാർ, ഭക്തവത്സലൻ, ശ്യാം, പ്രസാദ്, ഓമനക്കുട്ടൻ, ബോസ്, ബിജു, വിനോദ്, മനോജ്, പ്രജിൻ ധർമ്മരാജൻ, സുരേഷ് കുമാർ, അനന്തു, അഭിലാഷ്, ശങ്കരൻ, ഗോപാലകൃഷ്ണൻ, ശ്രീമുരുകൻ. കുരിപ്പുഴ സുരേഷ്, ശുഭു ചന്ദ്രൻ, പ്രതാപ് കുമാർ, സുനിൽ, സദാശിവൻ പിള്ള, രാജേഷ്, ജയകുമാർ, വിഷ്ണു, രാജ്മോഹൻ, സജു, രാജേന്ദ്ര പ്രസാദ്, തുളസീധരൻ പിള്ള, അരവിന്ദാക്ഷൻ, ദിനു, സാബു, സന്തോഷ്, സിബി ശങ്കർ, നവാസ്, ശിവകുമാർ, ശിവശങ്കരപ്പിള്ള, ഷൈൻ, വിഷ്ണു, തമ്പി, സുരേഷ്, ഗിരീഷ്, അരുൺനാഥ്, സന്തോഷ്, പ്രകാശ്, സുരേഷ്, പ്രേംകുമാർ, ജയപ്രകാശ്, ബാലൻപിള്ള, രവികുമാർ, വിനോദ്, ഉണ്ണികൃഷ്ണൻ, രമേശ്, സുലു, ബാലുമോഹൻ, അനിൽ ചാമവിള, മുരളീധരൻ, മോഹനൻ. കടവൂർ രഘുനാഥൻ ഉണ്ണിത്താൻ, ഷൈൻ, സുരേഷ്, ശ്രീജിത്ത്, അനിൽകുമാർ, രാംലാൽ, ശശികുമാർ, സോമൻപിള്ള, ബാബുരാജൻപിള്ള, ചന്ദ്രശേഖരൻ, ഷീജ, ഗോപകുമാർ, സന്തോഷ്,
രാധാകൃഷ്ണൻ, രാമചന്ദ്രൻ, സതീശൻ പിള്ള, സുനിൽ, സുധാകരൻ പിള്ള, സന്തോഷ്, അഭിലാഷ്, രവീന്ദ്രൻ, സുനിൽ, റിനു, ദിലീപ്, വിനോദ്, രതീഷ്, ഷിനു, സേതു, ശിവശങ്കരപിള്ള. മുളങ്കാടകം ഹരിസുധൻ, ഉദയൻ, മഹേഷ്, മോഹനൻ, രാജേഷ്, സതീഷ്, വിനു. കച്ചേരി ഏരിയ MS ലാൽ, വിജോയ്, ജെയിംസ്, താര, സതീഷ്, സത്യൻ, സത്യ, സുനിത, അജിത്, അശോക് കുമാർ, അനീഷ്, ശരത്, രാജീവ്, സലീഷ്, ഉണ്ണികൃഷ്ണൻ, രമേശ്, കണ്ണൻ, രാമചന്ദ്രൻ, ധനുഷ്, അരുൺ, ഭുവനേന്ദ്രൻ, സജീവ്, പ്രമോദ്, നിതിൻ, ബീന വിജയൻ, രാജേന്ദ്രകുമാർ ശർമ്മ. ആശ്രാമം പ്രൊഫസർ മോഹൻ, മുരളീധരൻ പിള്ള, അഖിൽ, ഹേമന്ത്, ഗോപിനാഥൻ പിള്ള, കൃഷ്ണദാസ്, ജയപ്രകാശ്, വിജയമോഹൻ, ബിനു, രഘു, വൈശാഖ്. കടപ്പാക്കട ഷിബു, ഷിബി, അശോകൻ, അജീബ്, അഭിലാഷ്, സനൽ, പ്രവീൺ, അജി, അഭിരാം, ആറുമുഖൻ, വിഷ്ണു, ബിന്ദു. ഷാൾ കൊണ്ടുവന്നവർ സ്വീകരിക്കുക. മങ്ങാട് രാധാകൃഷ്ണൻ നായർ, ഹരിഹരൻ, സുനിൽ, മഹാദേവൻ, മോഹൻദാസ്, മനോജ്, ശ്രീനു, ബിജു വിശ്വനാഥ്, അനിൽകുമാർ, അജയൻ, അനൂപ്, രാജേഷ്, രാജേന്ദ്ര പ്രസാദ്, ശ്രീബു, ജയൻ, വാസുദേവൻ പിള്ള, മധുസൂദനൻ പിള്ള, സുരേന്ദ്രൻ, ശ്രീമോൻ. വസന്ത ബാലചന്ദ്രൻ, ജയപ്രകാശ്, ഈ യാത്രയോടൊപ്പം സഞ്ചരിക്കുന്ന യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അരുൺ, സോഷ്യൽ മീഡിയയുടെ ചുമതല വഹിക്കുന്ന അഭിലാഷ് എന്നിവർ മറ്റ് നേതാക്കന്മാരുമെല്ലാം വേദിയിലേക്ക് വരേണ്ടതാണ്. പരിവർത്തന യാത്രയിൽ ചുമതല വഹിക്കുന്ന എല്ലാ ഭാരവാഹികളും സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. സഹ കോർഡിനേറ്റർ സുധീർ അടക്കം വേദിയിലോട്ട് വരണമെന്നാണ്. ഈ യാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിന് മറുപടി പ്രസംഗം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ കരുത്തനായിട്ടുള്ള നേതാവും BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യാത്രാനായകനുമായ ശ്രീ K. സുരേന്ദ്രൻ അവരുടെ ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ശൈലേന്ദ്ര ബാബു, പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ബഹുമാനായ ശ്രീ G. ഗോപിനാഥ്, ഈ യാത്രയോടൊപ്പം സഞ്ചരിക്കുന്ന ജാഥയുടെ കോർഡിനേറ്റർ ശ്രീ C. ശിവൻകുട്ടി, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. നേരത്തെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയ പാർട്ടിയുടെ ആദരണീയനായ സംസ്ഥാന വക്താവ് ശ്രീ MS കുമാർ, മുതിർന്ന നേതാവ് ഡോക്ടർ PP വാവ, ശ്രീ വെള്ളിയകുളം പരമേശ്വരൻ, ശ്രീ MS ശ്യാംകുമാർ,
ശ്രീമതി രാജീവ് പ്രസാദ്, ശ്രീ JR പത്മകുമാർ, ശ്രീ P സുധീർ, ശ്രീ കുഞ്ഞകൃഷ്ണപിള്ള, ശ്രീമതി രാധാമണി, ശ്രീ മധു പരുമല, ഇവിടെ ശ്രീ പുഞ്ചക്കരി സുരേന്ദ്രൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള നിരവധി BJPയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കളുണ്ട്. സമയം വൈകിയതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പേര് വായിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള സർവാദരണീയരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങൾ വളരെ നേരം പരിവർത്തന യാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി വളരെ നേരമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഒരുപാട് പ്രസംഗങ്ങളും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമായി അവർ പ്രതിപാദിച്ചു. സമയമേറെ വൈകിയതിനാൽ ഞാൻ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. പരിവർത്തന യാത്ര കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വളരെയധികം പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പോകുന്ന കേരളത്തിലെ വോട്ടർമാർ ഇത്തവണ അവരുടെ സമ്മതിദാനാവകാശം യുക്തിപൂർവ്വം പ്രയോഗിച്ചില്ലെങ്കിൽ കേരളത്തിന് അത് വലിയ നഷ്ടമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല. കാരണം 2014 ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, ഇത്തവണ കോൺഗ്രസിന്റെ ഭരണം അവസാനിപ്പിച്ച് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് വരും. ആ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന MP-മാർ കേരളത്തിൽ നിന്നുണ്ടാവണം. അതുവഴി ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ കേരളത്തിന് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. നിർഭാഗ്യവശാൽ 2014 ഞങ്ങളുടെ അഭ്യർത്ഥന ജനങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ ചെവിക്കൊണ്ടില്ല. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് BJPയുടെ MP-മാർ തെരഞ്ഞെടുക്കപ്പെട്ടു. ലോക്സഭയിലേക്ക് BJP MP-മാർ തെരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിലും കേരളത്തിനൊരു മന്ത്രിയെ ലഭിച്ചു, 4 MP-മാരെ ലഭിച്ചു. ജനാധിപത്യത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്. കേരളം പിന്തുണച്ചില്ലെങ്കിലും നരേന്ദ്രമോദി സർക്കാർ കേരളത്തെ കൈയയച്ച് സഹായിച്ചു. കൊല്ലം നഗരത്തിൽ താമസിക്കുന്നവരോട് ഞാൻ അതിന്റെ ഉദാഹരണങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി പറയേണ്ട കാര്യമുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കൊല്ലം ബൈപ്പാസ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. 1973 കൊല്ലം ബൈപ്പാസിന് തറക്കല്ലിടുന്നത്. എത്രയോ മന്ത്രിസഭകൾ മാറി മാറി വന്നു. കഴിഞ്ഞ UPA ഗവൺമെന്റിന്റെ കാലത്ത് 8 മന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായി. അവരാരും കൊല്ലം ബൈപ്പാസ് പൂർത്തീകരിക്കാൻ ഒന്നും ചെയ്തില്ല. മോദി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് പണം കൊടുത്തത്. ദ്രുതഗതികൾ അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി. ഒരു ബൈപ്പാസിന്റെ വിഷയം മാത്രമല്ല, കേരളത്തിലെ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റിന് വേണ്ടി 2500 കോടി രൂപ കേന്ദ്രം കൊടുത്തത് ഇപ്പോഴും കേരളത്തിൽ കിടക്കുകയാണ്. കേരള ഗവൺമെന്റിന് ലാൻഡ് അക്വസിഷൻ, ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് കേരളത്തിലെ നാഷണൽ ഹൈവേ വികസനം പൂർത്തിയാവാത്തത്. കേരളം ചോദിക്കുന്ന ഏത് കാര്യവും കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. പ്രളയം വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വലിയ പ്രചരണം നടന്നതാണ് നമ്മുടെ നാട്ടിൽ. കേന്ദ്രം കേരളത്തെ സഹായിക്കുന്നില്ല, കേന്ദ്രം കേരളത്തെ ഒറ്റപ്പെടുത്തുന്നു. CPM-ഉം കോൺഗ്രസും വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു. 500 കോടി രൂപ മാത്രമാണ് മോദി തന്നത്. അടിയന്തര ദുരിതാശ്വാസത്തിന് കൊടുത്ത പണമായിരുന്നു. 3500 കോടി രൂപ അധികം കേന്ദ്ര സർക്കാർ ഒരു മാസം കഴിഞ്ഞപ്പോൾ കൊടുത്തു. 2500 കോടിയിലധികം രൂപ വിദേശ രാജ്യങ്ങളിൽ പോയി പിണറായി വിജയൻ തിരിച്ചു. കൃത്യമായിട്ടുള്ള കണക്ക് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് 2500 കോടി രൂപ പിണറായി വിജയൻ വിദേശങ്ങളിൽ നിന്ന് പ്രവാസി ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്ന് തിരിച്ചു. ചുമ്മാ 700 കോടി രൂപ സൗദി രാജാവ് തരുമെന്ന കള്ളപ്രചരണം അവർ നടത്തി. സൗദി രാജാവ് ഒരു പൈസ നൽകി. പക്ഷെ പ്രവാസി ഭാരതീയർ 2500 കോടി രൂപ, 3500 കോടി രൂപയും 2500 കോടി രൂപയും ചേർന്നാൽ 6000 കോടി ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. എന്താണ് അവർ പ്രളയത്തിൽ ചെയ്തത്? പ്രളയ ദുരിതം അകറ്റാൻ അവർ എന്ത് ചെയ്തു? 6 മാസം കഴിഞ്ഞല്ലോ. വീടുകൾ പുനർനിർമ്മിച്ചോ?
നവകേരളം യാഥാർത്ഥ്യമായോ? കേരളം പുനർനിർമ്മിക്കാനുള്ള പ്രാഥമിക നടപടികളെങ്കിൽ ആരംഭിച്ചു. ഒരു പ്രോജക്ട് റിപ്പോർട്ട് പോലും തയ്യാറായിട്ടില്ല. ഒരു ഏജൻസി ഏൽപ്പിച്ചു കേരള ഗവൺമെന്റ്, വിവാദമായ ഏജൻസി. ഒരു മൾട്ടിനാഷണൽ കമ്പനിയെ സഹായിക്കാൻ ഏൽപ്പിച്ചു. അവരെ ഏൽപ്പിച്ചതിന്റെ പേരിൽ തർക്കം തുടങ്ങി. കണക്കെടുത്തോ? എത്ര ആളുകളെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്? ഞങ്ങൾ ചോദിക്കുന്നത് ഒരു രാഷ്ട്രീയമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാൻ കഴിയുമോ, നവകേരള നിർമ്മാണത്തിന് ഞങ്ങൾ ഇന്ന കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്, ഇത്ര ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കും, ഇത്ര നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കും, കൃഷിക്കാരെ ഇന്ന നിലയിൽ സഹായിക്കും, മറ്റ് അടിസ്ഥാന മേഖലകളിൽ ഞങ്ങൾ ഇന്നതെല്ലാം ചെയ്യും. അവർക്കൊരു മാസ്റ്റർ പ്ലാൻ ഇല്ല. കാശ് കയ്യിലുണ്ട്, അത് വകമാറ്റി ചെലവഴിക്കുക. ഓഖി ദുരന്തത്തിന്റെ കാശ് പോലും വകമാറ്റി ചെലവഴിച്ചവരാണ് കേരളം ഭരിക്കുന്നത്. കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മുടെ മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു? നാം തെരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധികൾ എന്ത് ചെയ്യുന്നു? കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ എങ്ങനെയാണ് നടപ്പാവുന്നത്? ഈ ചോദ്യങ്ങളെല്ലാം ജനങ്ങളുടെ ചോദ്യങ്ങളാണ്. പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ നല്ല പദ്ധതികളെല്ലാം അട്ടിമറിക്കുന്നത്? സൗണ്ട് അധികം വേണ്ട. നല്ല പദ്ധതികളെല്ലാം എന്തുകൊണ്ടാണ് അട്ടിമറിക്കുന്നത്? എന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇവിടെ നടപ്പാവുന്നില്ല. ഒരു വർഷം 5 ലക്ഷം രൂപ കിട്ടും. ലോകത്ത് എവിടെ അങ്ങനെ ഒരു പദ്ധതി ഉള്ളത്? ഇന്ന് ഒരു ഹൃദയരോഗത്തിന് ചികിത്സിക്കാൻ പോയാലോ, ഒരു വൃക്കരോഗത്തിന് ചികിത്സിക്കാൻ പോയാലോ, നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ എത്രയാ പണം വിടുന്നത്? അതിനുള്ള ഒന്നാന്തര ഉപാധിയല്ലേ ഈ പദ്ധതി? പാവപ്പെട്ടവന് കിട്ടുന്നതല്ലേ? എന്തിനാണ് മുടക്കുന്നത്? 57 ലക്ഷം ആളുകൾക്ക് ഇന്ത്യയിൽ അതിന്റെ പ്രയോജനം കിട്ടി. എന്തുകൊണ്ട് കേരളത്തിൽ കിട്ടുന്നില്ല? നിങ്ങളുടെ MP ഉണ്ടല്ലേ പ്രേമേന്ദ്രൻ, അയാൾ പറയുന്നത് 53 തവണ ഞാൻ പാർലമെന്റിൽ പ്രമേയം കൊണ്ടുവന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിൽ എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് നടപ്പാക്കുന്നില്ല എന്നുള്ള കാര്യം പ്രേമേന്ദ്രൻ ചോദിച്ചിട്ടുണ്ട്. ഒരു തവണയെങ്കിലും അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ച് പ്രേമേന്ദ്രൻ പാർലമെന്റിൽ എഴുന്നേറ്റുണ്ട്. എന്റെ കർണാടകയിൽ കിട്ടുന്നത് കേരളത്തിൽ കിട്ടുന്നില്ല, എന്റെ തമിഴ്നാട്ടിൽ കിട്ടുന്നത് കേരളത്തിൽ കിട്ടുന്നില്ല. 100 ചോദ്യങ്ങൾ അങ്ങനെയാണ്. നമ്മളിവിടെ പ്രളയം വന്നു, മഹാപ്രളയമായിരുന്നു. പ്രകൃതി ഉണ്ടാക്കിയ പ്രളയമല്ല, സർക്കാർ ഉണ്ടാക്കിയ പ്രളയമാണ്. ഡാമുകളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് തുറന്നു വിട്ടു. കേരളം വെള്ളത്തിനടിയിലായി. എന്താ സർക്കാർ ചെയ്തു? കേന്ദ്രം തരുന്നില്ല എന്നിവർ പറയുന്നുണ്ടല്ലോ. കേരളം എന്ത് തന്നു? കേരള ഗവൺമെന്റിന് എന്താ ചെലവ്? ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യം ഇവിടുത്തെ ഇടതുമുന്നണിയോട് ചോദിക്കാം. കേരള ഗവൺമെന്റ് ഈ പ്രളയ ദുരിതത്തിന് എത്ര കാശ് ചെലവാക്കി? എത്ര അരി കേരളത്തിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തു? എത്ര ചാക്ക് അരി കൊടുത്തു? നിങ്ങൾക്കറിയാം, നരേന്ദ്രമോദി സർക്കാർ കൊടുത്ത 27 ലക്ഷം ടൺ അരി കൊടുത്തുപോയിരിക്കുകയാണ്. ജനങ്ങൾ കൊടുത്തിട്ടില്ല. ആ അരി അവർ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് അവസാനം ആ അരി ഇവിടുത്തെ പാവപ്പെട്ടവർ കൊടുക്കേണ്ടതായിരുന്നു. അരിക്ക് മോദി കാശ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ചവരാണ്. ആ അരി തമിഴ്നാട്ടിലെ ഗോഡൌണുകളിൽ പുഴുത്തുപോയിരിക്കുന്നു. എന്നിട്ട് അത് പോളിഷ് ചെയ്ത് വീണ്ടും ഇവിടെ വിൽക്കാനായിരുന്നു നീക്കം. കേരള ഗവൺമെന്റ് എത്ര അരി കൊടുത്തിട്ടുണ്ട്? കേരള ഗവൺമെന്റിന്റെ ആരോഗ്യവകുപ്പ് എത്ര മരുന്ന് സൗജന്യമായി കൊടുത്തിട്ടുണ്ട്? കേരള ഗവൺമെന്റിന്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഈ കാര്യത്തിന് എന്തെല്ലാം സഹായിച്ചിട്ടുണ്ട്? കേരള ഗവൺമെന്റ് എത്ര തുക കൊടുത്തിട്ടുണ്ട്? ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ. കേരള ഗവൺമെന്റ് ഈ ആവശ്യത്തിന് എന്തെല്ലാം ചെയ്തു? ഒരു ചുക്കും ചെയ്തില്ല. പിണറായി വിജയൻ വെറുതെ പത്രസമ്മേളനം നടത്തി എല്ലാ ദിവസവും. എല്ലാം കേന്ദ്രം ചെയ്തതാണ്. വിമാനങ്ങൾ കേന്ദ്രം കൊടുത്തു, പൈസയില്ല. അരി കേന്ദ്രം കൊടുത്തു, പൈസ വാങ്ങിയിട്ടില്ല. മണ്ണെണ്ണ കേന്ദ്രം കൊടുത്തു, പൈസ വാങ്ങിയിട്ടില്ല. അധികം ഡീസൽ കേന്ദ്രം കൊടുത്തു, പൈസ വാങ്ങിയിട്ടില്ല. ഗോതമ്പ് കേന്ദ്രം കൊടുത്തു, പൈസ വാങ്ങിയിട്ടില്ല. മരുന്ന് കേന്ദ്രം കൊടുത്തു, പൈസ വാങ്ങിയിട്ടില്ല. പട്ടാള സർവീസ് കേന്ദ്രം കൊടുത്തു, പൈസ വാങ്ങിയിട്ടില്ല. എന്തിനാ കേന്ദ്രം പൈസ വാങ്ങിയത്? ഒരു കാര്യത്തിനും കേന്ദ്രം പൈസ വാങ്ങിയിട്ടില്ല. കേരളം എന്ത് ചെയ്തു? ഇത്രയധികം പണം കയ്യിലുണ്ടായിട്ടും പ്രളയ ദുരിതം അകറ്റാൻ കേരളത്തിന്റെ പ്രോജക്റ്റ് എന്താ? എന്തേ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് ചോദിക്കാത്തത്? ഇനി പ്രളയം ഉണ്ടായപ്പോൾ നമ്മളിവരെ ആരെങ്കിലും കണ്ടോ?
ഇവിടെ ഈ പ്രേമചന്ദ്രൻ എന്നുള്ളതാണ് എന്താ ചെയ്ത സംഭാവന? പ്രേമചന്ദ്രൻ സ്വന്തമായി ഈ പ്രളയ ദുരിതത്തിൽ അകപ്പെട്ട ആളുകളെ സഹായിക്കാൻ കൊല്ലത്ത് ഇദ്ദേഹം വലിയ ആഗോള പ്രശസ്തിയുള്ള ആളാണല്ലോ. എന്ത് സമാഹരിച്ചു തന്നു? എന്ത് സമാഹരിച്ചു തന്നു നിങ്ങൾക്ക്? ഞങ്ങൾക്ക് MP ഇല്ല, MLA ഇല്ല, ഭരണമില്ല. പക്ഷെ പ്രളയം ഉണ്ടായപ്പോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ആദ്യം ഓടിയെത്തിയത് MP-യും MLA-യും ഇല്ലാത്ത സേവഭാരതിയും RSS-ഉം BJP-യുമാണ്. ഇതിലെ ആളുകളെ മുഴുവൻ ഈ വെള്ളത്തിൽ നിന്ന് കരകയറ്റിയത് ഞങ്ങളാണ്. അതൊരു അവകാശവാദമായിട്ട് ഞാൻ പറയുന്നതല്ല. മരുന്നുകൾ എത്ര കൊണ്ടുവന്നു? മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്ര, തമിഴ്നാട്, ഗുജറാത്ത് എത്ര ട്രക്കുകൾ ഇവിടെ വന്നു? അരി, ഗോതമ്പ്, ഭക്ഷ്യധാന്യങ്ങൾ, ചായപ്പൊടി, മരുന്ന്, തുണിത്തരങ്ങൾ എന്തെല്ലാം വന്നു ഇവിടെ? ആയിരക്കണക്കിന് ട്രക്കുകൾ കേരളത്തിൽ വന്നു. എല്ലാവർക്കും വീതം വെച്ചു കൊടുത്തു. അതാണ് ഭരണമില്ലാത്തവർ ചെയ്തത്. ഭരണമുള്ളവർ എന്ത് ചെയ്തു? CPM വകയായി എന്ത് വന്നു? ഇവിടെ കോൺഗ്രസ് വകയായി എന്ത് വന്നു? കോൺഗ്രസ് പറഞ്ഞു 1000 വീട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഒരു വീട് ഉണ്ടാക്കിയോ? KPCC പ്രസിഡന്റിന്റെ അവകാശവാദമായിരുന്നു 1000 വീട് ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഒരു വീടിന്റെ താക്കോൽദാനം നടന്നോ? ഭരണമില്ലാത്ത സേവാഭാരതി 100 കണക്കിന് വീടുകൾ ഉണ്ടാക്കി താക്കോൽദാനം നടത്തി കഴിഞ്ഞു കേരളത്തിൽ. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ അയക്കുന്നത്? ഇവിടെ ഫോട്ടോഷോപ്പ് MP-യാണ്. മോദിയുടെ പദ്ധതികളല്ല സ്വന്തം പദ്ധതിയാക്കി വലിയ ഫ്ലക്സ് അടിച്ച് ഫോട്ടോഷോപ്പ് ഫോട്ടോ വെച്ച് അങ്ങനെയുള്ള ഒരു MP എന്തിനാണ് നമുക്ക് ആവശ്യം? ഇനി വികസനം അവിടെ നിൽക്കട്ടെ. ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശബരിമലയുടെ കാര്യമാണ്. നമ്മളൊരു ആപത്ത് വരുമ്പോഴാണല്ലോ ജനപ്രതിനിധികളെ കരയുന്നത്. ശബരിമല ഒരു ദുരന്തം ഉണ്ടായി, ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു ദുരന്തം. ആ ദുരന്തം പിണറായി വിജയൻ ഉണ്ടാക്കിയതാണ്. ജനങ്ങളെ ആകെ ഭിന്നിപ്പിച്ചു, വിശ്വാസികളെ വേദനിപ്പിച്ചു, മുറിവേറ്റു, വ്രണപ്പെട്ടു. മാസങ്ങളോളം ഞാൻ പോരാടി. വിശ്വാസികൾ ശബരിമല കളങ്കപ്പെടുത്താനുള്ള ഗൂഢാലോചന നടന്നു. പിണറായി വിജയന്റെ പോലീസ് അവിശ്വാസികളെ അവിടെ കൊണ്ടുപോയി. വിശ്വാസം തകർത്തു. ജനങ്ങൾ തെരുവിലിറങ്ങി. അമ്മമാർ നെട്ടോട്ടമോടി. ഉറക്കമൊഴിച്ച് രാത്രികളിൽ ഉറങ്ങാതെ കിടന്നു. അയ്യന്റെ പൂങ്കാവനം പരിശുദ്ധമായ 18-ാം പടി അലങ്കോലപ്പെടുന്നതിനെതിരായി ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ നാം എന്തെല്ലാം സഹിച്ചു. ജനം TV ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മളതെല്ലാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു. ജനം TV കാണിച്ചതുകൊണ്ട് ബാക്കിയുള്ള ചാനലും കണ്ടു. കഷ്ടപ്പാടിന്റെ, ദുരിതത്തിന്റെ, വിശ്വാസ തകർച്ചയുടെ ആ മുറിവേറ്റ നാളുകളിൽ എവിടെയായിരുന്നു പ്രേമചന്ദ്രൻ? നിങ്ങൾ തെരഞ്ഞെടുത്ത അയച്ച MP ആണല്ലോ. ശബരിമലയെ പോലുള്ള ഇത്രയും പവിത്രമായിട്ടുള്ള ഒരു ദേവാലയം തകർക്കാൻ പിണറായി വിജയൻ സർക്കാർ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ തെരഞ്ഞെടുത്ത അയച്ച MP എവിടെയായിരുന്നു? ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ അയാളെ കണ്ടിട്ടുണ്ടോ? ഒരു യോഗത്തിന് അയാൾ വന്നിട്ടുണ്ടോ? വിശ്വാസികളുടെ കൂടെ നിന്നിട്ടുണ്ടോ? ഒരു മുസ്ലിം ദേവാലയത്തിലോ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിലോ ഇത് സംഭവിച്ചു എന്ന് വിചാരിക്കും. ഞാനൊരു വർഗീയമായിട്ട് ചിന്തിക്കുന്നതല്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഈ പ്രേമചന്ദ്രൻ ഓടിയെത്തുമായിരുന്നില്ലേ? 5 കോടി വിശ്വാസികൾ ഒരു കൊല്ലം പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദുക്കളുടെ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല തകരുമ്പോൾ നിങ്ങളുടെ MP എവിടെയായിരുന്നു? വന്നിട്ടുണ്ടോ? കോൺഗ്രസ്സുകാർ, UDF-കാർ ഇപ്പൊ പറയുന്നത് ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണെന്നോ? എവിടെ? ഒരു സമരം ചെയ്തിട്ടുണ്ടോ? ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടോ? ഒരാൾ അറസ്റ്റിലായിട്ടുണ്ടോ? 1 മണിക്കൂറെങ്കിലും അവർ ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഈ പോരാട്ടത്തിന്റെ നാല് വഴികളിൽ എവിടെയെങ്കിലും അവർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നോ? ചെയ്തിരുന്നോ? അവർ മനസ്സിനേറി ഒരു സമൂഹമാകെ വേദനിക്കുമ്പോൾ പിണറായി വിജയന്റെ ഗൂഢാലോചനയ്ക്കെതിരായി ഒരക്ഷരം എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? ഒരിടത്തും അവരെ നിങ്ങൾ കണ്ടില്ലല്ലോ. എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ MP-മാർ? ഇങ്ങനെയുള്ള MP-മാരുണ്ടായിട്ട് എന്താ കാര്യം? വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അവരെന്തെല്ലാം നിരാഹാരം കിടക്കുമായിരുന്നു. പാർലമെന്റിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ നിരാഹാരം കിടക്കുമായിരുന്നു. അയ്യപ്പന്റെ പൂങ്കാവനമായതുകൊണ്ട്, ശബരിമലയായതുകൊണ്ട് നിങ്ങളുടെ MP തിരിഞ്ഞു നോക്കിയില്ല, MLA-മാർ തിരിഞ്ഞു നോക്കിയില്ല. നിങ്ങൾ തെരഞ്ഞെടുത്ത് വെച്ചവരാരും ആപത്ത് കാലത്ത് നിങ്ങളുടെ കൂടെ വന്നിട്ടില്ല. പ്രളയം ഉണ്ടായപ്പോഴും വന്നിട്ടില്ല, ശബരിമലയിലും വന്നിട്ടില്ല. എന്താ വികസനം കേരളത്തിൽ? കേരളത്തിലെ വികസനം എന്താ? ഇവിടെ പറഞ്ഞു കഴിഞ്ഞില്ല, ഞാൻ സംസാരിക്കുന്നില്ല. ഇതിനാണ് MP-മാരെ തെരഞ്ഞെടുത്തയക്കുന്നത്. എന്താണ് സംഭാവന? 5 കോടി രൂപ ഒരു കൊല്ലം കിട്ടുന്ന MP ഫണ്ട് ഒഴിച്ച് സ്വന്തമായി മൊബിലൈസ് ചെയ്ത്
ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ഞാൻ കൊല്ലത്ത് കൊണ്ടുവന്നു. അവകാശപ്പെടാൻ പറ്റുമോ പ്രേമചന്ദ്രന്? ഇന്ത്യയിൽ വേറെ എംപിമാരുണ്ട്. ഏതാണ് പ്രേമചന്ദ്രന്റെ ആദർശ ഗ്രാമം? നിങ്ങൾ പറയും. പ്രേമചന്ദ്രൻ തെരഞ്ഞെടുത്ത ആദർശ ഗ്രാമം എവിടെയാണ്? എല്ലാ എംപിമാർക്കും ഒരു ആദർശ ഗ്രാമമുണ്ട്. അവിടെ ഒന്നും ചെയ്തിട്ടില്ല. MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട പ്രേമചന്ദ്രൻ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഈ 5 കോടി ഒരു കൊല്ലത്തെ അല്ല, അത് ഏത് എംപിക്ക് ഏത് പോലീസുകാരനും പറ്റും. സ്വന്തമായി തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഫണ്ട് സമാഹരിച്ച് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു പദ്ധതി കൊണ്ടുവന്നു. കാണിക്കും. 10 പേർക്ക് ഒരുമിച്ചിരുന്ന് തൊഴിലെടുക്കാൻ കഴിയുന്ന ഒരു തൊഴിൽ സ്ഥാപനം എന്റെ വകയായി ഞാൻ കൊണ്ടുവന്നു. കാണിക്കും. പിന്നെ എന്തിനാ MP? കലക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയേ ഉള്ളൂ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാത്തത്. നിങ്ങൾക്ക് മോദി വിരോധമാവാം, അത് രാഷ്ട്രീയം. പക്ഷെ എന്താണ് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്? ജനങ്ങൾ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പ്രിയപ്പെട്ടവർ, ഈ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? എന്താ ഇതിന് കാരണം? ഇതിന് കാരണം കേന്ദ്രത്തിന്റെ വികസന പദ്ധതികൾ അതേ ആത്മാർത്ഥതയോടുകൂടി നടപ്പാക്കേണ്ട MP-മാർ ഇവിടെ ഇല്ല. ഇവർക്ക് രാഷ്ട്രീയമാണ്, ഇവർക്ക് അന്ധമായിട്ടുള്ള രാഷ്ട്രീയമാണ്. പാകിസ്ഥാന് സിന്ദാബാദ് വിളിക്കുകയാണ് പ്രതിപക്ഷം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മോദിയോടുള്ള വിരോധം കാരണം ലോകത്ത് എവിടെയെങ്കിലും നടക്കുക? കണക്ക് ചോദിക്കുകയാണ് ഒരുത്തൻ, രാഹുൽ ഗാന്ധി. നാം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ എത്ര ആള് മരിച്ചു എന്ന കണക്ക് ഇവൻ ആരാണ് കണക്ക് ചോദിക്കാൻ? ഇവനെ ആരാണ് രാജ്യം അതിന് ചുമതലപ്പെടുത്തിയത്? എന്താണ് ഇവന് അവകാശമുള്ളത്? ഇവിടെ 257 പേര് മുംബൈ മഹാനഗരത്തിൽ ഒരു പട്ടാപ്പകൽ ചുട്ട് ഭസ്മമാക്കപ്പെട്ടപ്പോൾ രാജ്യം മുഴുവൻ തിരിച്ചടിക്കണം എന്ന് പറഞ്ഞതാണ്. ഈ രാജ്യത്തിന്റെ സൈനികർ മുഴുവൻ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞതാണ്. മൗനി ബാബയെ പോലെ മിണ്ടാതിരുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ന് ചോദിക്കുകയാണ്. ഈ ആന്റണി പ്രതിരോധ മന്ത്രി ആയിരിക്കുമ്പോഴാണല്ലോ 10-15 പട്ടാളക്കാരെ വികൃതമാക്കി ശരീരം മുഴുവൻ മലീമസ് പുറത്ത് കാണിക്കാൻ പറ്റാത്തതാക്കിയിട്ട് ഈ ആന്റണി കുഴഞ്ഞു വീണല്ലാതെ എന്ത് ചെയ്യുന്നു? എന്നിട്ട് ഇമ്രാൻഖാൻ അനുകൂലമായിട്ട് പോസ്റ്റ് ചെയ്യാണ് ഈ ഉമ്മൻചാണ്ടി. ഇയാളെയൊക്കെ അടിച്ച് രാജ്യത്ത് നിന്ന് ഓടിക്കേണ്ടതാണ്. കാരണം ഇമ്രാൻഖാൻ സിന്ദാബാദ്. എന്താ ഇമ്രാൻഖാൻ ചെയ്തത്? എന്തെങ്കിലും ഔദാര്യം ചെയ്തോ? ഇമ്രാൻഖാൻ ആ അഭിനന്ദൻ വർത്തമാനം തിരിച്ചു തന്നത് 5 മണിക്ക് മുമ്പ് തിരിച്ചു തന്നില്ലെങ്കിൽ പിന്നെ ലോക ഭൂപടത്തിൽ പാകിസ്ഥാൻ എന്നൊരു സാധനം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അല്ലാതെ ഔദാര്യം കൊണ്ട് തിരിച്ചൊന്നുമല്ല. നമ്മള് ലോകത്ത് ഇത്രയും മര്യാദ കാണിക്കുന്ന ഒരു രാഷ്ട്രം വേറെ ഇല്ല. ഒരു പാകിസ്ഥാൻ പൗരനെ നമ്മൾ ആക്രമിച്ചിട്ടില്ല, ഒരു പട്ടാളക്കാരനെ നമ്മൾ ആക്രമിച്ചിട്ടില്ല. നാം ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പുകൾ മാത്രമാണ് തകർത്തത്. നിങ്ങൾക്ക് എന്താണ് ഇത്ര വേവലാതി? ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പുകൾ തകരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേവലാതി? കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ട് ഒരുത്തൻ. അവൻ പറയാണ് മോദി യുദ്ധപ്പനി പടർത്തുകയാണ്, ചർച്ചയാവാൻ. ഇത് നമ്മുടെ 40 സൈനികര് മലയാളികളടക്കം ചുട്ട് ഭസ്മമാക്കിയിട്ട് ഇവൻ പറയുക ചർച്ചയാവാൻ. ചന്ദ്രശേഖരനെ കൊല്ലുമ്പോ ഇത് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? മിനിഞ്ഞാന്നൊരു മാവോയിസ്റ്റിനെ വെടിവെച്ച് കൊല്ലുമ്പോൾ ചർച്ചയാവാമായിരുന്നില്ലേ? ഇന്ത്യ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് ഭീഷണി ഉയർത്തുന്ന അന്തർദേശീയ തീവ്രവാദികളെ കശാപ്പ് ചെയ്യുമ്പോ ഇവൻ എന്താ ഇത്ര ബഹളാരി? കോടിയേരി ബാലകൃഷ്ണൻ എന്നല്ല, ആൾക്കാർ കോടാലി ബാലകൃഷ്ണൻ എന്നാണ് പറയുന്നത്. കാരണം ഈ രാജ്യത്തിന്റെ ഐക്യത്തിന്റെ കടക്കൽ കത്തിവെക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ. എന്താ കാരണം? ചൈനയോടാണ് ഇഷ്ടം. ചൈന പാകിസ്ഥാന്റെ കൂടെയാണ്. ചൈന പാകിസ്ഥാന്റെ കൂടെ ആയതുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടെടുക്കുന്നത്. ഈ ബാലകൃഷ്ണനാണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ പ്രസംഗിച്ചത്. കേട്ടില്ല നിങ്ങൾ? ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ആര്? അമേരിക്ക, ജപ്പാൻ, ഇസ്രായേൽ, ഇന്ത്യ. ഇന്ത്യയിലെ ചോറ് ഉപ്പം തിന്നിട്ട് ഈ വൃത്തികെട്ട മനുഷ്യൻ പറയാണ് ചൈനയെ ഇന്ത്യ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഇതിനൊക്കെ എങ്ങനെയാണ് ഈ നാട്ടിലെ ജനങ്ങളെ വെച്ച് നോക്കുന്നത്? പാകിസ്ഥാനിൽ ഇത്രയും വലിയ ഭീകര രാഷ്ട്രമായിട്ടും അവിടെ ഒരാൾ പോലും പാകിസ്ഥാനെതിരെ പറഞ്ഞില്ല, ഒരൊറ്റയാളും പറഞ്ഞില്ല. ഈ രാഹുൽ ഗാന്ധിയും ഈ ഉമ്മൻചാണ്ടിയും ഈ കോടിയേരി ബാലകൃഷ്ണൻ അടക്കം എല്ലാവരും രാജ്യം തകർന്നാലും കുഴപ്പമില്ല, മോദി വിജയിക്കരുതെന്നാണ്. നടക്കില്ല മക്കളെ.
നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. 2014 കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റും കൂടുതൽ വോട്ടും 2019 നരേന്ദ്രമോദിക്ക് കിട്ടും. ഒരു സംശയവും വേണ്ട. നരേന്ദ്രമോദിയെ 2019 മാത്രമല്ല 2024 നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയും. ആ കസേരക്ക് ഒഴിവില്ല. പ്രധാനമന്ത്രി കസേരയ്ക്ക് അടുത്ത 5 കൊല്ലം കഴിഞ്ഞാലും ഒഴിവില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം അമിത്ഷാ വേണോ വേറെ ആരെങ്കിലും വേണം. ഒരു കാര്യം ഞാൻ പറയാം, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു സന്തോഷ വാർത്ത എന്തായാലും ഉണ്ടാവും. അരിവാൾ ചുറ്റിക നക്ഷത്രമുള്ള സാധനം ഇന്ത്യയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നുള്ള ചിഹ്നം നഷ്ടമാവും. എഴുതി വെച്ചോളൂ നിങ്ങൾ. ദേശീയ പാർട്ടി പദവി CPM നഷ്ടമാവും. 99 നഷ്ടമായതാണ്. ഭാരതരത്നം അടൽ ബിഹാരി വാജ്പേയി വിശാല മനസ്കത കാണിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ബാലഗോപാലിന് ആ ചിഹ്നത്തിൽ മത്സരിക്കാൻ. അടുത്ത തവണ ബാലഗോപാല് വല്ല മാങ്ങയിലോ അണ്ടിയിലോ ആപ്പിളിലോ ഒക്കെ മത്സരിക്കും. ഒരു തന്ത്രമില്ല. അത്രമാത്രം ജനങ്ങൾ അവരെ വെറുപ്പിക്കും. ബംഗാളിൽ ഇവർ രണ്ടും കൂടെ ഒന്നിച്ചിരിക്കുക. എന്തിനാ? 2 സീറ്റ് ഉണ്ട്, അത് പോവാതിരിക്കാൻ വേണ്ടി. ബംഗാളിൽ ഇത്തവണ സീറ്റ് കിട്ടുമോ? ഈ കോൺഗ്രസിന്റെ കൂടെ കൂടി ആരെങ്കിലും രക്ഷപ്പെടും? ജൂനിയർ മാൻഡ്രാക്ക് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, നിങ്ങൾ കണ്ടില്ല? അതെടുത്ത് കയ്യിൽ വെച്ചോ പിന്നെ ബാക്കി തല പൊട്ടിച്ചിരിച്ചു. നിങ്ങൾ നോക്കിക്കോ, കോൺഗ്രസിന്റെ കൂടെ കൂടുന്നത് ആര്? രാഹുൽ ഗാന്ധിയുടെ കൂടെ. ഓനക്ക് ആരെങ്കിലും ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാക്കും ആ ചെറുക്കനെ? ഇത് എന്താണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി ആരെങ്കിലും പ്രധാനമന്ത്രിയാക്കുമെന്ന് വിചാരിച്ചിട്ടാണ്? തമിഴ്നാട്ടിൽ 1 സീറ്റിന് വേണ്ടി പക്ഷെ കയറെടുത്തിട്ട് കെട്ടിത്തോണു ചാവുന്നതല്ലേ സാർ? നിങ്ങൾ എന്താണ് കോൺഗ്രസിനെ പറ്റി പറഞ്ഞത്? കോൺഗ്രസ് തൊഴിലാളി വർഗത്തിന്റെ അന്തകൻ അല്ലേ? സാമ്രാജ്യത്വത്തിന്റെ ഏജന്റ്, അമേരിക്കയുടെ ചോറ്റുപട്ടി, നിയോ കൊളോണിയൽ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവരുന്നത്, ഗാട്ട് കരാറിൽ ഒപ്പിട്ടവര്, WTO കരാറിൽ ഒപ്പിട്ടവര്, തൊഴിലാളികളെ വഞ്ചിച്ചവര്. ഇപ്പോഴോ ആ പാർട്ടിയുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ കൂടാൻ കഴിയുന്നു? കോൺഗ്രസുമായി നിങ്ങൾക്ക് എങ്ങനെ സഖ്യം ഉണ്ടാക്കാൻ കഴിയുന്നു? സഖാക്കളെ, നിങ്ങൾ ഇവിടെ എങ്ങനെ വിശദീകരിക്കുന്നത്? അതുകൊണ്ട് ഈ അവിശുദ്ധമായ കൂട്ടുകെട്ട് ഇവരിവിടെ പറയുന്നത് മോദി ഒന്നും ചെയ്തിട്ടില്ല. മോദി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ എല്ലാവരും കൂട്ടുകൂടുന്നത്? എല്ലാ കള്ളന്മാരും ഒന്നിച്ചിരിക്കുകയാണ്. എല്ലാ കള്ളന്മാരും. മായാവതി, മുലായം, കംപ്ലീറ്റ് DMK, മറ്റേ ബംഗാളിലെ മമത, എല്ലാം പ്രവർത്തിച്ചു. കീരി, പാമ്പ്, ചേര, മൂർഖൻ. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നാട്ടിലെ എല്ലാ കള്ളന്മാരും എല്ലാ അധർമ്മികളും ആ നാട്ടിലെ രാജാവിനെതിരെ ഒരുമിക്കുന്നുണ്ടെങ്കിൽ ആ രാജാവ് ലോകത്തിലെ ഏറ്റവും നീതിമാനായിട്ടുള്ള രാജാവാണ്. അതുകൊണ്ടാണ് മോദിയെ തോൽപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. മോദി ചൗക്കിദാർ ചോർ ഹേ എന്ന് പറയുന്നു. ആര്? രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദി കള്ളനാണെന്ന് പറയുന്നു. എവിടെ? നരേന്ദ്രമോദിക്കെതിരെ, അദ്ദേഹത്തിന്റെ മന്ത്രിമാർക്കെതിരെ, അദ്ദേഹത്തിന്റെ ഒരു MP-ക്കെതിരെ, അദ്ദേഹത്തിന്റെ സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു കേസുണ്ടോ? 2G സ്പെക്ട്രം സുപ്രീം കോടതി കേസെടുത്തതാണ്. CWG സുപ്രീം കോടതി കേസെടുത്തതാണ്. കൽക്കരി കുംഭകോണം സുപ്രീം കോടതി കേസെടുത്തതാണ്. ഈ മോദി വന്നതിന് ശേഷം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കീഴ്ക്കോടതിയിലെങ്കിലും മോദി സർക്കാരിലെ മന്ത്രിമാരോ MP-മാരോ ഉദ്യോഗസ്ഥന്മാരോ ആരോ ആട്ടെ ഒരു നയ പൈസയുടെ അഴിമതി നടത്തി എന്നുള്ളതിന്റെ പിന്നെ ഒരു കേസുണ്ടോ? ചുമ്മാ വളവള പൊതുയോഗത്തിൽ പറയുന്നത് പോയിട്ട് ഒരു കേസ് മോദിക്കെതിരെ കൊടുക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? എന്താ കൊടുക്കാത്തത്? കൊടുത്തിട്ട് ഒരു കാര്യമില്ല. മോദി 2014 ആഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ ആദ്യമായി പതാക ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ തിന്നുകയുമില്ല, തീറ്റിക്കുകയും. നാളെ മറ്റന്നാളെ താഴെ ഇറങ്ങും. ആ വാക്ക് അക്ഷരം പ്രതി പാലിച്ചുകൊണ്ടാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ചായക്കടക്കാരന്റെ മകൻ അടുത്ത തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. അമ്മയും മകനും അണ്ടർ ബെയിലാണ്. ഏത് കേസിൽ? 1400 കോടിയിലധികം രൂപ
ഉള്ള അതിൽ 140 കോടി രൂപ വെട്ടിച്ച്, അതായത് നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പൗരാണികമായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഷെയറുള്ള പൊതുസ്ഥാപനം സ്വന്തം പേരിലേക്ക് ആക്കി 140 കോടി രൂപ വിഴുങ്ങിയതിന്റെ പേരിൽ കേസിൽ ജാമ്യമെടുത്ത് നടക്കുന്ന കള്ളന്മാരാണ്. നരേന്ദ്രമോദി കള്ളനാണ് എന്നുള്ള പ്രചരണം നടത്തുന്നത്. മരുമകൻ എന്തൊക്കെ കേസിൽ പ്രതിയാണെന്നുള്ള കാര്യം ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ. ചിദംബരവും മകൻ കാർത്തിയും. ആ മന്ത്രിസഭയിൽ കള്ളന്മാരല്ലാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നു? എല്ലാവരും ചോദിച്ചു മോദി എന്താ പിടിക്കാത്തത്? എല്ലാം നിയമ നടപടിയിലാണ്. മോദിക്ക് വന്ന് പിടിച്ച് പിണറായി വിജയൻ മറ്റുള്ളവരെ പിടിച്ച് അകത്തിടുന്ന പോലെ ഇടാൻ പറ്റില്ല. എല്ലാം നിയമ നടപടിയിലാണ്. എല്ലാ നിയമ നടപടിയും പൂർത്തിയാവും. അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും നല്ലൊരു ഗവൺമെന്റ്, ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെന്റ് വേറെ ഏത് ഗവൺമെന്റ് ഉണ്ടായിരുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി നമ്മുടെ രാജ്യം മാറി. ദാരിദ്ര്യം കുറഞ്ഞു. വിലക്കയറ്റം എന്നുള്ളത് ഇല്ല. തൊഴിലാളിക്ക് ബോണസ് കൂടി, മിനിമം കൂലി കൂടി. ESI ആനുകൂല്യം വർദ്ധിപ്പിച്ചു, ഗ്രാറ്റുവിറ്റി വർദ്ധിച്ചു. എന്താ കുഴപ്പം? ആശാ വളണ്ടിയർമാർ ഈ ഗവൺമെന്റ് വരുമ്പോ ഒരു ആശാ വർക്കർക്ക് എത്രയായിരുന്നു ശമ്പളം? ഇപ്പൊ എത്രയാ? ED പോസ്റ്റ്മാൻ ഞങ്ങളുടെ ഗവൺമെന്റ് വരുമ്പോ എത്രയായിരുന്നു ശമ്പളം? ഇപ്പൊ എത്രയാ? നിങ്ങൾ താഴോട്ട് പാവപ്പെട്ടവരുടെ കാര്യം പറ. ഞങ്ങളുടെ ഗവൺമെന്റ് വരുമ്പോ തൊഴിലുറപ്പിന് എത്രയായിരുന്നു ശമ്പളം? ഇപ്പൊ എത്രയാ ശമ്പളം? മധ്യവർഗക്കാർക്ക് സഹായം 5 ലക്ഷം രൂപയായി ഇൻകം ടാക്സ് പരിധി. പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ. നിങ്ങൾ ജനൌഷധി ഔട്ട്ലെറ്റുകളിൽ പോയിട്ടുണ്ടോ? 1000 രൂപയ്ക്ക് മരുന്ന് വാങ്ങുന്ന ഒരാൾക്ക് 200 രൂപയിൽ താഴെ കിട്ടും. ആയിരക്കണക്കിന് ഔട്ട്ലെറ്റുകൾ തുറന്നിട്ടുണ്ട്. ഇവിടുത്തെ ഡോക്ടർമാർ പലരും, അലോപ്പതി ഡോക്ടർമാർ പലരും ജനറിക് മരുന്നുകൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ജനൌഷധിയിലെ മരുന്നുകൾ എഴുതുക. അതൊക്കെ മാറും. ഒന്നും കൂടി ഗവൺമെന്റ് വന്നാൽ എല്ലാവരെയും പിടിക്കും. അസലായിട്ട് ഇത് എഴുതിക്കും. കാരണം 20 പൈസയുടെ ഒരു ഗുളിക നമ്മൾ വലിയ വലിയ കമ്പനിയിൽ 5 രൂപയ്ക്കാണ് വാങ്ങുന്നത്. ഏറ്റവും വലിയ കൊള്ള നടക്കുന്നത് മരുന്ന് മേഖലയിൽ. ഒരു സ്റ്റെന്റ് ഓപ്പറേഷന് നമ്മുടെ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളവർക്ക് അറിയാം. വാൾവ് മാറ്റി വെച്ചു 3.5 ലക്ഷം രൂപ ചെലവുണ്ടായിരുന്നു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 75,000 രൂപയിലേക്ക് കുറഞ്ഞു. ഇങ്ങനെ 1000 കാര്യങ്ങൾ പറയണ്ട. നേരം വെളുത്തവരെ പറയാനുണ്ട്, സമയമില്ലാത്തവർ ഞാൻ പറയുന്നത്. ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാനാണോ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത്? അതിനു വേണ്ടിയിട്ടാണോ ഈ കൂട്ടുകെട്ട്? സുഹൃത്തുക്കളെ, വിജയിക്കാൻ പോകുന്നില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് മോദിയെ അറിയാം. മോദിയെ സ്വന്തം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾ. അതുകൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ മോദി വരും. മോദിക്ക് കൈവക്കുന്ന MP-മാർ വേണം കേരളത്തിൽ. മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന MP-മാർ വേണം. ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന MP-മാർ വേണം. അതാണ് പരിവർത്തന യാത്ര മുന്നോട്ട് വയ്ക്കുന്നത്. ആപത്ത് കാലത്ത് നിങ്ങളെ സഹായിച്ചവരെ നിങ്ങൾ തിരിച്ചു സഹായിക്കണം. അവർ പാർലമെന്റിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. കേരളം അവർ ഭരിക്കണം. ഈ സന്ദേശമാണ് പരിവർത്തന യാത്ര മുന്നോട്ട് വയ്ക്കുന്നത്. ജനം അത് ഏറ്റെടുത്തിരിക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തിന്റെ കഥകൾ പറയുന്ന തെരഞ്ഞെടുപ്പാണ്. ആ യുദ്ധത്തിന് നേതൃത്വം നൽകാൻ അങ്ങ് മിസോറാമിൽ നമ്മുടെ ആചാര്യൻ കുമ്മനം രാജശേഖരനും മടങ്ങി വന്നിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. കേരളം വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. നമ്മൾ ഒരു മണ്ഡലക്കാലം മുഴുവൻ നമ്മൾ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് വ്രതം എടുക്കില്ലേ? മനസ്സ് നീറിയില്ലേ? എന്റെ അഭ്യർത്ഥന, ഒരു മണ്ഡലക്കാലം കൂടി നിങ്ങൾ വ്രതം എടുക്കണം. ഇന്ന് മുതൽ 41 ദിവസം കഴിയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. മനസ്സിൽ വ്രതമെടുക്കണം. ഈ ആസുരിക ശക്തികളെ, ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവരെ, വിശ്വാസങ്ങൾ വ്രണപ്പെടുത്തിയവരെ, നമുക്ക് വികസനം തരാത്തവരെ, കേരളത്തെ തകർത്തവരെ ഈ മണ്ണിൽ നിന്ന് തുരത്തി ഭാരതീയ ജനതാ പാർട്ടിയെ, ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ കേരളത്തിൽ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രയത്നത്തിന് വേണ്ടി നിങ്ങൾ വ്രതമെടുക്കണം. അതാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ പരിവർത്തന യാത്രയ്ക്ക് നൽകുന്ന സ്വീകരണം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇവിടെ ഒരുപാട് മാലകൾ ഞങ്ങൾക്ക് തന്നു, ഒരുപാട് പുഷ്പഹാരങ്ങൾ ഞങ്ങൾക്ക് തന്നു, സന്തോഷമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ നൽകുന്ന സ്വീകരണം എന്ന് പറയുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഒരു മണ്ഡലകാലം മുഴുവൻ സമയം ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാവുക. ജനങ്ങളുടെ അടുക്ക് പോവുക. അതിനുവേണ്ടി ആവട്ടെ പരിവർത്തന യാത്രയുടെ സന്ദേശം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ ഊഷ്മളമായിട്ടുള്ള സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.